എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരുപാട് കാലമായി ലൈവിൽ വന്നിട്ട്. കാരണം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലൈവിൽ വരാറുള്ളൂ. അനാവശ്യമായിട്ട് ഞാൻ ലൈവിൽ വരാറില്ല. അപ്പോൾ ഇന്ന് ലൈവിൽ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം 2-3 ദിവസങ്ങളായിട്ട് ഞാൻ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവമാണ്. കാരണം എനിക്കൊരിക്കലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച ട്രാൻസ് വ്യക്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഉള്ള കാര്യമാണ്. കാരണം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ട്രാൻസ് ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ ആ പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടില്ല. ആ സ്റ്റാൻഡിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച വ്യക്തികൾ, കുട്ടികളുള്ള വ്യക്തികൾ എനിക്കൊരിക്കലും ട്രാൻസ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനോട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ഞാനിപ്പോൾ വർക്കിന് പോയിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഷൊർണൂരായിരുന്നു വർക്ക്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാനായിട്ട് ഇടയായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വോയിസുകളാണ്. അത് നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അതിൽ ഞാൻ കുറച്ച് ആൾക്കാരുടെ വോയിസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. പറയുന്നത് അവക്കടെ വീട്ടിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ അവൾ എവിടെ പോകും അവിടെ ചെല്ലുക. അവള് വർക്കിന് മുമ്പിൽ വർക്ക് ഇടയ്ക്ക് അങ്ങ് മറുപടി പറയിച്ചിട്ട് പോവുക. പബ്ലിക്കിൽ നിർത്തി മറുപടി പറയിക്കുക. കല്ലടി പോകേണ്ടത് ഇവിടെ കല്യാണ ദിവസമാണ് പറയേണ്ടത്. പോയിട്ട് എല്ലാരെയും കണ്ടു. അപ്പൊ ഇവിടുന്ന് നാറുമ്പോഴേ അറിയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കല്യാണ ദിവസം വരെ കാത്തിരിക്കാനാണ് പ്ലാന്. ദയവ് ചെയ്ത് ഇതിന് ആരെങ്കിലും ഒരു വീഡിയോ ഇടുക ഇതിനെതിരെ. പച്ചയ്ക്ക് പറ്റുമെങ്കിൽ അവളുടെ പേര് തന്നെ അത് പറയുക. ഇവിടെ നമ്മളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ പറയുന്ന ആള്. അതുകൊണ്ട് അവളുടെ പേര് വെച്ച് തന്നെ ഒരു വീഡിയോ ഇടുക. ഇവിടെ മാറ്റിക്കണം. ഒക്കെങ്കിൽ ഇവിടെ വീട്ടിൽ എന്തോ വണ്ടികളെ വെറുതെ ഒട്ടിക്കാൻ പോകുന്നു. വണ്ടി എടുത്ത് പോകുമ്പോ അത് വണ്ടികളൊക്കെ വരാൻ തീരും. 1 മിനിറ്റ് കൊണ്ട് തീരും. എന്നിട്ടോ ലോകത്തിലെ വലിയ സ്ത്രീ കളിക്കുന്നു മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ അണ്ണാക്കി കൊടുത്തിട്ട്. അപ്പോൾ ഇതിലവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് പോയിട്ട് എന്നെ പിടിച്ചിറക്കിയിട്ട് അവിടെ ഇവർക്ക് പാഠം പഠിപ്പിക്കണം. പിന്നെ ഞാൻ ഉദ്ഘാടനത്തിന് പോകുന്ന സ്ഥലത്ത് ഇവർ ഓട്ടോയിൽ വന്നിട്ട് അവിടെ മൈക്ക് കെട്ടി വെച്ച് അവിടെ വിളിച്ച് പറയണം. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ തല്ലണം, എൻ്റെ വീട് ആക്രമിക്കണം, എൻ്റെ കല്യാണ സ്ഥലത്തേക്ക് വന്നിട്ട് കല്യാണം മുടക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു പറ്റ ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും എൻ്റെ ഞാനിതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുമ്പോൾ അതിന് മറുപടി കൊണ്ടുവേണം നേരിടാൻ വേണ്ടിയിട്ട്. അതിന് മറുപടി അറിയാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷേ ഇങ്ങനെ ഗ്രൂപ്പിൽ ഞാനില്ലാത്ത ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ ആളുകളെ ചേർത്തിട്ട് ആഹ്വാനം ചെയ്യാണ് എന്നെ ആക്രമിക്കണം, എൻ്റെ ജോലി സ്ഥലം ഇതാക്കണം, പൊതുസമൂഹത്തിൽ അവൾക്ക് നല്ല പേരുണ്ട്, നമ്മൾ കുറേ മീഡിയാസിനെ വിളിച്ചു കൂട്ടിയിട്ട് അവള് കള്ളിയാണ്, അവള് പിടിച്ചുപറിക്കാരിയാണ്, അവള് മോശക്കാരിയാണെന്ന് നമ്മൾ വിളിച്ചു പറയണം. അപ്പം നമ്മളെ കേൾക്കാനും ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ട് നന്നായിട്ട് ജോലിയെടുത്താണ് ജീവിക്കുന്നത്. എൻ്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്കിത് താങ്ങുന്നില്ല. ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങ് ഈ വോയിസുകളൊക്കെ കേട്ട സമയത്ത് എനിക്കിങ്ങ് വീട്ടിലെത്തിക്കോളാൻ മതിയായിരുന്നു. ഞാൻ അത്ര ഇതായിട്ട് ഞാൻ എങ്ങനെയോ ഞാൻ വീട്ടിലെത്തി. കാരണം ഞാൻ എൻ്റെ ഈ വീടായ കാലം മുതൽ എല്ലാ ആൾക്കാരുണ്ട്, എല്ലാ ഇതുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇത്ര ആൾക്കാരെ ഇവരിൽ കമ്മ്യൂണിറ്റിയിൽ, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്.
മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയൻറ്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയൻറ്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇവരിൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ശരിക്കും ഞാൻ ഒരു വ്യക്തികളെയും പേരെടുത്ത് പറയുകയോ എൻ്റെ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെ പേരോ എൻ്റെ പ്രീവിയസ് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ ഒരു വ്യക്തിയുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതിൽ വേറൊള്ള ആൾക്കാരാണ് വന്നിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിയുടെ പേര് എഴുതി ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 5-6 ആളുകൾ കൂടിയിട്ട് ഭയങ്കരമായിട്ട് ആഹ്വാനം ചെയ്യുകയും 100ഓളം ആൾക്കാരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിലോട്ട് ആൾക്കാരെ ആഡ് ചെയ്യുകയും ആക്രമിക്കണം, അവളെ കല്യാണം മുടക്കണം, ഇതിലൊന്നും പെടാത്ത എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുകയും അയാൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയുകയും, ശരിക്കും അയാളെ വിവാഹം കഴിക്കാൻ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് തന്നെയാണ്. ഞാനൊരാളെ വിവാഹം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അയാളെ അങ്ങനെ പല പബ്ലിക് എൻ്റെ ന്യൂസുകൾ പറഞ്ഞ പോസ്റ്റുകളുടെ അടിയിൽ മൊത്തം ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്നും വളരെ മോശക്കാരിയാണെന്നും എൻ്റെ ഭർത്താവ് അങ്ങനെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി അങ്ങനെയാണെന്നും എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. ചിലപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ്. ഇവർക്ക് മേലും കീഴും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഞാൻ എൻ്റെ തൊഴിലെടുത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഇവരുടെ ഇടയിൽ നിന്നൊക്കെ മാറി ജീവിക്കാൻ ആഗ്രഹിച്ച് മാറിപ്പോയി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞാനൊരാളെ മോശം പറയാനോ ഒരു വ്യക്തിനെ അങ്ങനെയാണെന്ന് പറയാനോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിനെ മെൻഷൻ ചെയ്തിട്ടും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പരാതി മൂവ് ചെയ്തിട്ടുണ്ട്, പരാതി ഇത് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ എല്ലാത്തരം ഒരു 100-150ഓളം വോയിസ് ക്ലിപ്പുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം മോശത്തിൽ സംസാരിക്കുന്നതും ഇങ്ങനെ ആക്രമിക്കാൻ പറയുന്നത് ഇവരിൽ ഒരുപാട് ഗുണ്ടായിസം ഉള്ള ആൾക്കാരുണ്ട്, ഗുണ്ടകളുള്ള ആൾക്കാരുണ്ട്, എന്നും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരുണ്ട്. ഇതിൽ പറഞ്ഞൊരു വ്യക്തി കളക്ട്രേറ്റിൽ മരത്തിൻ്റെ മുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ പറയാൻ പാടില്ലാത്ത ഒരുപാട് പേരുടെ, ഞാൻ ഇവരുടെ പേര് ഇവിടെ മെൻഷൻ പക്ഷേ എൻ്റെ കൊടുത്തേക്കുന്ന കേസിൽ ഞാൻ ഇവരുടെ എല്ലാം പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഡിജിറ്റലായിട്ടുള്ള തെളിവുകളുണ്ട്, ഇവരുടെ വോയിസ് റെക്കോർഡുകളുണ്ട്. എന്നെ കൊല്ലണം, എന്നെ അങ്ങനെ ആക്കണം, എൻ്റെ വീട് ആക്രമിക്കണം, എൻ്റെ ഭർത്താവിനെ ഇതാക്കണം, എന്നെ എങ്ങനെ ആക്കണം, എൻ്റെ വീട്ടുകാരെ ഇതാക്കണം, ഇവള് പോകുന്ന സ്ഥലങ്ങളെല്ലാം മൈക്ക് കെട്ടി വെച്ച് പറയണം, അങ്ങനെ പറഞ്ഞ് ഇവള് പോകുന്ന സ്ഥലത്ത് ഇവള് വണ്ടി കൊണ്ട് പോകുമ്പോൾ എത്രയോ കണ്ടെയ്നർ ലോറികൾ പോകുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലോറി അവളെ മേത്തോട്ട് എന്തുകൊണ്ട് കയറുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് വിവിധ തരത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കിത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവരിൽ നിന്നൊക്കെ വിട്ട് മാറി എൻ്റെതായ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ ഇത് തൊഴിൽ ചെയ്ത് എൻ്റെ ഇത് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ പറയണേ ഇവൾക്ക് സോഷ്യലി നല്ല ഇമേജ് ഉണ്ട്, ഇവളെ കുറേ പൊതുസമൂഹത്തിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇവളെ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ടാക്കണം, ഇവളെ പൊതുസമൂഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്താക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സംഘടിക്കണം, ഇവള് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇവളെ മോശക്കാരിയാണെന്നും ഇവള് പിടിച്ചുപറിക്കാരിയാണെന്നും ഇവള് കട്ടവളാണെന്നും അങ്ങനത്തവളാണെന്നും ഇങ്ങനത്തവളാണെന്നൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ് ഇവളെ ഇത് പ്രചരിപ്പിക്കണം. എങ്ങനെ ഇത്തരത്തിലുള്ള ഞാൻ എൻ്റെ മനസ്സുകൊണ്ടുപോലും ചെയ്തിട്ടില്ലാത്ത ഞാൻ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇത്തരം കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പബ്ലിക്കിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷേ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്രത്തോളം വിഷമം എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും കുറേ കാലം, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ കുറേ കാലമായി ലൈവിൽ വന്നിട്ട്
കാരണം എനിക്കത് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ഞാൻ ടോർച്ചറുകൾ നേരിടുന്നുണ്ട്, അത്രത്തോളം ആൾക്കാർ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റേതായ ഡിജിറ്റൽ രേഖകളും കാര്യങ്ങളും എല്ലാം ഞാൻ പരാതിയോടൊപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മനുഷ്യരുടെ പേരും വച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആ മനുഷ്യരുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വോയിസ് കേട്ടത് അഞ്ചോ ആറോളം ആൾക്കാരുടെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. കുറച്ചായിട്ടേ കേൾപ്പിച്ചിട്ടുള്ളൂ. അതിൽ ഇനിയും മോശമായിട്ട് ഇവർ പറയുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തോ കുലസ്ത്രീയാണെന്നോ, ഞാൻ അങ്ങനെയാണെന്നോ ഇങ്ങനെയാണെന്നോ, ഞാൻ പെണ്ണ് ചമയുന്നെന്നോ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാനൊരു പൂർണ്ണമായിട്ടുള്ള പെണ്ണാണെന്നോ ഒരിടത്തും എനിക്ക് പറയാൻ താല്പര്യമില്ല. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ ഇത്തരം കാര്യങ്ങളും ഇത്തരം അജണ്ടയും വെച്ചിട്ട് ഇവക്കൊക്കെയാണോ അവാർഡ് കൊടുക്കുന്നത്, ഇവളൊക്കെ കുലംകുത്തികളാണ്, ഇവർ പറയുന്ന എല്ലാ തെണ്ടിത്തരത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തിയാണ്. എനിക്ക് എൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞാൻ അതുമായിട്ട് തന്നെ നിൽക്കും. നമ്മളുമായിട്ട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒറ്റ കാര്യമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിവേ, നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് പോകുന്നത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ പോസ്റ്റിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ആ പോസ്റ്റിനോട് എനിക്ക് 100% എനിക്ക് യോജിച്ചേ പറ്റുള്ളൂ. ട്രാൻസ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച് അതിൽ മക്കളുള്ള ഒരു വിവാഹം നമുക്ക് നിർബന്ധമായിട്ട് ചിലപ്പോൾ ഫാമിലിയിൽ നിന്ന് നിർബന്ധമായിട്ട് നമ്മൾ കഴിച്ചേക്കാം. ചിലപ്പോൾ ഫാമിലിയൊക്കെ അത്രയും നിർബന്ധിച്ച് ചിലപ്പോൾ കഴിച്ചു പോയിട്ടുള്ള മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ആസ് എ ട്രാൻസ് വുമൺ എന്നുള്ള എനിക്ക് ഒരിക്കലും ഒരു സ്ത്രീയോടൊപ്പം കഴിയാനോ അവരോടൊപ്പം ഒരു സെക്ഷലി ലൈഫ് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം എനിക്ക് ഒരിക്കലും കഴിയില്ല. എനിക്ക് എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് അതിനൊരിക്കലും കഴിയില്ല. പക്ഷേ അങ്ങനെ നിർബന്ധിത വിവാഹത്തിനെതിരായ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിനെതിരായ ആൾക്കാരെ ഞാൻ കുറ്റം പറയുന്നത്. കാരണം അവർ ഫാമിലി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ ഒരു കല്യാണം കഴിച്ചിട്ട് വീണ്ടും ഡിവോഴ്സായി വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർത്ത് കുട്ടികളുടെ ഭാവി നശിപ്പിച്ചവർക്കെതിരെ ആണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഗുണ്ടായിസം നടത്തുന്ന ആൾക്കാരെ ഒരിക്കലും വച്ചു പൊറുക്കരുത്. ഭാവിയിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു.